ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ രാത്രി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൺകുളിയൂറുണ്ട്, നമ്മളെ ആദ്യമായിട്ട് ബ്രീഡ് ചെയ്തിറങ്ങിയ കുഞ്ഞുങ്ങളിലെ ഒരു പീസ് സൺകുളിയൂറോടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ DNA ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ സെക്സ് നമുക്കറിയില്ല, മെയിലാണോ ഫീമെയിലാണെന്നുള്ളത്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പിടിക്കണം, അതിൻ്റെ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് രാത്രി പിടിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ഏവിയറി ഒന്നുമല്ല, കൂടുകളെല്ലാം ഇതേപോലെ ഇങ്ങനെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 1-2 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബ്ലൂ ഗ്രീൻ സീക്ക് കൊണിയൂർ പറന്നു പോയിട്ടുണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ് ഫീമെയിൽ പറന്നു പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പരിപാടി, ബ്രീഡിങ് കേജ് ഉള്ളിൽ ചെക്ക് ചെയ്യുന്ന പരിപാടി, ഇതൊക്കെ രാത്രിക്ക് മാറ്റി. അപ്പോൾ നമ്മൾ നേരെ സൺകുണിയൂറിനെ പിടിക്കുന്നു. DNA അയക്കാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഗ്ലൗസ്, നല്ല കടി കിട്ടും, തേമ്പടല്ല. പിന്നെ ഇത് നമ്മളെ വല. അപ്പോൾ അതൊരു പിടിക്കുന്നുണ്ട്, ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പിടിക്കാം, അല്ലെങ്കിൽ സാധനം പറന്നു പോകും. ഓക്കെ, ഗ്ലൗസ് എളുപ്പമല്ല കേട്ടോ, നല്ല കടി കിട്ടും. ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ കടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേമിഡ് അല്ലാത്തതുകൊണ്ടാണ്. ടേമിഡാണ് ചിലപ്പോൾ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ ഈ ചെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, എളുപ്പം കണ്ടില്ലേ, കടിച്ചാൽ പിന്നെ വിടില്ല. ചെസ്റ്റ് ഭാഗത്തുനിന്ന് കുറച്ച് തൂവലാണ്ട് എടുക്കുകയാണ്. ചെസ്റ്റ് ഭാഗത്തുനിന്ന് കുറച്ച് തൂവലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ സിപ്പ് കവറിലാണ് പാക്ക് ചെയ്യണത്. നമ്മൾ ഈ ബാക്ക് ഭാഗത്തുനിന്നും കുറച്ച് തൂവലെടുത്തിട്ടുണ്ട്. ഇത്ര മതി, കുറച്ച് തൂവലുണ്ട്. തൂവൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല, നല്ല കടി ഇട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. തിരിച്ചു വിടുകയാണ്. നമ്മളെ സൺകുണിയൂർ പാരൻറ് ഷോക്കൊക്കെ ഭയങ്കര പങ്ക്ച്വലാട്ടോ. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനും അവർ കൂട്ടി കയറും. ഇപ്പോൾ ആ കൂട്ടിലാണ്. ഇതിൻ്റെ കരയണ സൗണ്ട് കണ്ടിട്ട് രണ്ടാളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും തിരിച്ച് കൂട്ടി കയറി. ഇത് ഒരു ചെറിയ സിപ്പ് കവറാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു തൂവലും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ ഇതിൽ കാക്കുന്നുണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ സെറ്റപ്പ്. ഇനി നമ്മൾ ബേർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കും. ബേർഡിന് പ്രത്യേകിച്ച് നമ്മളിവിടെ റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബേർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ കൊടുക്കും. ഒരു 1 വീക്കിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും. കാരണം നമ്മളിവിടെ മെയിനായിട്ട് പീജൻസ് ആയതുകൊണ്ട് പീജൻസിന് പൊതുവേ ഞാൻ DNA എടുക്കാറില്ല. പിന്നെ ഇപ്പോൾ ബേർഡ്സ് ആണെങ്കിലും DNA എടുക്കേണ്ട ആവശ്യം കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതിപ്പോൾ അത്ര അഡൽട്ടായില്ല. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലൈനേജ് നമുക്കൊരു സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ജെൻഡർ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. ഈ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ സാധനം കിട്ടിയതിന് ശേഷം, DNA കാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇതിൽ തന്നെ ഉൾപ്പെടുത്താം കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മളാ സൺകുണിയൂറിൻ്റെ ഫെദറൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിപ്പ് കവറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീക്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാബിലേക്കാണ് ഇത് അയക്കണത്. ഞാനിപ്പോൾ ഉള്ളത് ബോസം ഫാമിലാണ്. അവരെ ഒരു ബേർഡും സെബാസ്റ്റ്യൻ ഗൂസിനും DNA ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റുകൾ DNA കാർഡ് വന്നിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഫെദേഴ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കവറിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോസ്റ്റ് ഓഫീസിൽ പോവുക, അയച്ചു കൊടുക്കുക. നമ്മളെ രാത്രി നമ്മൾ ആ ഒരു ആദ്യം ഇറങ്ങിയ സൺകുളിയൂർ ആ ഒരു സെമി അഡൽട്ട് പീസിൻ്റെ DNA സെക്ഷന് വേണ്ടിയിട്ട് ഫെദറൊക്കെ പ്ലക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബീക്സ് ലാബിലേക്കാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 3-4 ആഴ്ച എടുത്തുള്ളൂ. നമുക്ക് ഓൺലൈനായിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സൺകുളിയൂർ സെമി അഡൽട്ട് ഫീമെയിലാട്ടോ. ഏകദേശം അതിൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ടപ്പോൾ ഒരു ഫീമെയിൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം ഫീമെയിലാണ്. പിന്നെ നമ്മളെ സൺകുണിയൂർ മെയിലാണ്. ഫീമെയിൽ വീണ്ടും മുട്ടിട്ടുണ്ട്, കൂട്ടിലാണ്. എന്തായാലും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കണില്ല, സ്ട്രെസ്സും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. പിന്നെ നമ്മളെ കുറച്ച് കോക്ടെയിൽസ് ഇവിടെ ഉണ്ട്. ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ഇടുന്നുണ്ട്. കോക്ടെയിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ DNA സെക്ഷൻ്റെ ഒരു റിസൾട്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ബേർഡ്സിൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ ഞാൻ ഓരോന്നായിട്ട് അറിയിക്കാം.